ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കുറേ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തു. അപ്പം നമുക്ക് ഇനി മാറ്റി പിടിക്കാനുള്ള സമയമായി അല്ലേ? കോവയ്ക്കൊക്കെ അങ്ങോട്ട് മാറ്റി പിടിച്ച് കുറച്ച് നല്ല കോളിഫ്ലവറും തക്കാളിയൊക്കെ നടേണ്ട സമയമായി. അപ്പോൾ ശീതകാല പച്ചക്കറികളായ പിന്നെ നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ, മുള്ളങ്കി, ക്യാരറ്റ്, പിന്നെ സിംല മിർച്ചി ഒക്കെ നടുന്ന സമയമാണ് ഇപ്പം. അപ്പോൾ ഇതുവരെയും കൃഷി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും സമയം പോയിട്ടില്ല, എളുപ്പം നമുക്ക് ഒരുമിച്ച് നമുക്ക് ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതുപോലുള്ള നല്ല അടിപൊളി പച്ചക്കറികളൊക്കെ നമുക്ക് മാറ്റി ഒന്ന് നമ്മുടെ വെണ്ടയ്ക്കയും കോവയ്ക്കയും ബ്രിഞ്ചികളൊക്കെ മാറ്റി നല്ല അടിപൊളി കുറച്ച് കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അപ്പോൾ ഈ ബ്രിഞ്ചാളും വേണം, വഴുതനങ്ങയും വേണം, എല്ലാം വേണം. എല്ലാം നമുക്ക് മിക്സ് ആയിട്ടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ? ഇപ്പം പിന്നെ ക്യാബേജും കോളിഫ്ലവറും മാത്രമായാലും പറ്റത്തില്ല, വഴുതനങ്ങയും പിന്നെ വെണ്ടയ്ക്കയും കോവയ്ക്കയും മാത്രമായാലും പറ്റത്തില്ല. അപ്പോൾ എല്ലാം നമുക്ക് വേണം. അതിനോടൊപ്പം തന്നെ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കൃഷിയിലോട്ട് പോകാം. ഇതിപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ തൈകൾ വാങ്ങിച്ച് നടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തൈകൾ വാങ്ങിച്ചായിരുന്നു നട്ടത്. പക്ഷേ ഞാൻ അരി മേടിച്ചും പാകി കിളിപ്പിച്ചിരുന്നു. പക്ഷേ എനിക്ക് കൂടുതലും നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ തൈകൾ വാങ്ങിച്ച് നട്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഈ അരി വാങ്ങിച്ച് പാകുമ്പോഴുണ്ടല്ലോ ഒരുപാട് ആരോഗ്യത്തോടൊന്നും വളർന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കടയിൽ ചെന്നപ്പോഴെനിക്ക് ഇവിടെ അരി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തൈ തന്നെയാണ് അങ്ങ് വാങ്ങിച്ചത്. എനിക്ക് അതാണ് കുറേ കൂടെ നല്ലതായിട്ട് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി അരി ഇട്ട് കിളിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നട്ടാലും മതി. ഇത് 3 രൂപയാണ് ഇതിന് വാങ്ങിച്ചത്, ഒരു തൈന് 3 രൂപ. അതുപോലെ തന്നെ തക്കാളി, അതുപോലെ തന്നെ തക്കാളി നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ തക്കാളി തന്നെ നമുക്ക് നട്ടാൽ മതി. പക്ഷെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒന്ന് വാങ്ങിച്ച് നടാമെന്ന് തോന്നി, അങ്ങനെ അതും വാങ്ങിച്ചു. അതുപോലെ തന്നെ ക്യാബേജിൻ്റെത്, ഇപ്പോൾ ക്യാബേജും കോളിഫ്ലവറും നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഏതാണെന്നുള്ളത്. രണ്ടും ഒരേപോലെയാണ് ഇലയിരിക്കുന്നത്, കണ്ടില്ലേ? ഏകദേശം രണ്ടും ഒരേപോലെയാണ്. ഒരു 2-3 ആഴ്ചയെങ്കിലും ആകുമ്പോഴേ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു 10-12 മൂടോളം ഇതിനകത്ത് തൈകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പം നടാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കൃഷിയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഈ കൃഷി കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം. കാരണം കുറേ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. തന്നെയല്ല, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഗ്രോ ബാഗ് ഒരുക്കുന്ന രീതിയൊക്കെ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രോ ബാഗിനകത്ത് മുന്നേ നിന്ന കൃഷി നമ്മൾ മാറ്റിയിട്ട് അടുത്ത കൃഷി എങ്ങനെയാണ് അതിനകത്ത് നടുന്നത്, അല്ലെങ്കിൽ അടുത്ത തൈ എങ്ങനെയാണ് അതിൽ നടുന്നതെന്ന് നോക്കാം. പുതുതായിട്ട് വരുന്ന ചിലർക്കൊന്നും അത് അറിയത്തില്ല. അത്ര മണ്ണ് വെച്ചുകൊണ്ട് പിന്നെ അടുത്തത് അങ്ങ് കുഴിച്ചിടും. പിന്നെ നമുക്ക് അടുത്ത വളവിടാനും ഒന്നും അതിനകത്ത് സ്ഥലം കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്നാണ് ഈ നോക്കുന്നത്. അപ്പോൾ മുന്നേ നിൽക്കുന്ന ചെടി നമുക്ക് പറിച്ച് മാറ്റിയിട്ട് കുറച്ച് നേരത്തെ നിന്നതായ ഒരു വെണ്ട നമ്മൾ പറിച്ച് മാറ്റുകയാണ്. അപ്പം വെണ്ട ശോഷിച്ച് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ നമുക്ക് കുലുക്കി അതിൻ്റെ മണ്ണെല്ലാം അവിടെ തട്ടിയിട്ടിട്ട്, ഇതിനകത്ത് എന്തായാലും ഒന്നും ഉണ്ടാവത്തില്ല, അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. ഇനി ഇതിന് മണ്ണ് മാറ്റി എങ്ങനെ പുതിയ ചെടി നടുന്നതെന്നാണ് ഇനി കാണിക്കുന്നത്. അപ്പം നമുക്ക് നടാനായിട്ട് ഇത്രയും മണ്ണ് നമ്മളിതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. കുറച്ച് മണ്ണ് നമ്മളിതിനകത്ത് നിന്ന് മാറ്റുന്നു. കാരണം നമ്മൾ നട്ടതിന് വളർന്ന് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് മണ്ണും വളവും ഇട്ടുകൊണ്ടേയിരിക്കണം. കുറച്ച് മണ്ണ് നമുക്കതിൽ നിന്ന് മാറ്റാം. നമ്മളൊരു 3 കൃഷിയെങ്കിലും കഴിഞ്ഞ് ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് മൊത്തത്തിൽ തട്ടിയിടണം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ വളമൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ നടാം. നമ്മൾ കാണിച്ചിരുന്നായിരുന്നു ടെറസിലെ ഗ്രോ ബാഗ് എങ്ങനെ ഒരുക്കാമെന്നുള്ളൊരു വീഡിയോയിനകത്ത് എല്ലാം കൂടെ തട്ടിയിട്ട് എങ്ങനെ മണ്ണ് ഒരുക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയൊക്കെ ഒന്ന് കൊടുക്കുക. മണ്ണിനെല്ലാം ഒരു ഗ്രോ ബാഗിനകത്ത് മൊത്തത്തിൽ ഒരു ഇളക്കം സംഭവിക്കും. ആദ്യം അതൊന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അതിനകത്ത് മണ്ണെല്ലാം എടുത്ത് കളഞ്ഞു. ഇനി എന്ത് തോന്നി? ഇനി അതോട്ട് സ്വല്പം ചാണകപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വളമൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത വെണ്ട കൃഷിനകത്ത് ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക് കൊടുത്ത വളമൊക്കെ. അപ്പം എന്നാലും നമ്മൾ സ്വല്പം വളം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ സെയിം ആട്ടിൻകാഷ്ടവും ചാണകവും മിക്സാണ് ഇടുന്നത്. ആട്ടിൻകാഷ്ടമുള്ളവർ ആട്ടിൻകാഷ്ടം ഇടുക, ചാണകം ഉള്ളത് ചാണകം ഇടുക, അല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. ഇനി അതല്ല കിച്ചൺ വേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതി. അപ്പോൾ ഈ സമയത്ത് കൊണ്ടുവന്ന് നമ്മൾ എല്ലുപൊടിയോ ഒന്നും ഇടേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് നടുക്ക് ഭാഗത്തായിട്ട് നടാം.
അപ്പോൾ നമ്മുടെ പഴയതിൻ്റെ വേര് വല്ലതും നമുക്ക് കാണുമെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞേക്കണം. അപ്പോൾ എത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പിന്നെ വിത്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ സീഡിങ് ട്രേയിലോ മറ്റോ പാകി കിളിപ്പിക്കാം, അല്ലെങ്കിൽ ഏത് ചട്ടിയിലോ എന്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ പാകി കിളിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാകുന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ചകിരി ചോറും ഇച്ചിരി പിന്നെ ചാണകപ്പൊടിയും സ്വല്പം മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കുഴിയിലും ഇട്ട് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഓരോ വിത്തും ഇതിനകത്തോട്ട് കുഴിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പൊക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ അടിയിൽ നമ്മളിങ്ങനെ മേലോട്ടൊന്ന് ഉന്തുമ്പോൾ ഇതിഞ്ഞ് ഇളകി വരും, മൊത്തത്തിലിഞ്ഞ് വന്നോളും. ഇതിപ്പം ഒരു ഇതിലോ 2 തൈ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ക്യാബേജും കോളിഫ്ലവറും നടുമ്പോൾ 2 തൈ ഒരിക്കലും ഒരു ഗ്രോ ബാഗിനകത്ത് നടരുത്. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ, നല്ല വലുപ്പത്തിൽ വളർന്ന് കയറി വരുന്നതാണ്. ഒറ്റ തൈ മാത്രമേ ഒരു ഗ്രോ ബാഗിനകത്ത് നടാൻ പാടുള്ളൂ. അടിയിൽ നിന്ന് നമ്മൾ കണ്ട കൈ ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊടുക്കുമ്പോൾ അത് നല്ലതുപോലെ ഇങ്ങനെ വന്നോളും. ഇതിപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്ത ഗ്രോ ബാഗാണിത്. ഇപ്പോൾ 7 സ്റ്റാർ അരിയുടെ കവറായിരുന്നു. ഇപ്പോൾ നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഗ്രോ ബാഗ് വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ സഞ്ചികളോ നമ്മുടെ പിന്നെ സിമെൻറ്റിൻ്റെ കവറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ചെയ്തതാണ് ഇത്. അതിനകത്ത് ഒരു വള്ളിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച ഗ്രോ ബാഗ് വേണം എന്നുള്ളവർക്ക് അതിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ നോക്കിയിരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വെള്ള ഗ്രോ ബാഗ് എല്ലാ രീതിയിലും നമ്മുടെ ശീതകാല പച്ചക്കറികൾ നടുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് അടിഭാഗത്ത് കരിയിലയൊക്കെ നിറച്ചിട്ട് നമ്മൾ മണ്ണൊക്കെ വളമായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ നടാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നേരത്തെ തന്നെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്നിട്ട് വേണം നമ്മുടെ തൈകളൊക്കെ നടാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു സ്വല്പം ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ആട്ടും കാഷ്ടം ചാണകവും മിക്സ് ചെയ്തേക്കുന്നതാണ് ഇട്ടേക്കുന്നത്. ഒരു സ്വല്പം കിടക്കട്ടെ. വേറെ ഒരു വളവും ഇതിനകത്ത് ഇപ്പോൾ ഇടേണ്ട കാര്യമില്ല. ചാരമോ ജൈവവളമോ ഒന്നും ഇപ്പോൾ ഇടണ്ട കേട്ടോ. ഇതിന് വേര് കിളിച്ചതിന് ശേഷം മാത്രം ഇനി നമ്മൾ വല്ലതും ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ചകിരി ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല. ഇതോടുകൂടി തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത്. ഗ്രോ ബാഗ് ഒരുക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എപ്പോഴും പറഞ്ഞാലും എല്ലാവർക്കും അതൊരു ബോറടിയായിട്ട് തോന്നും. ഇനി അടുത്തത് നമുക്കിനി ഒരു തക്കാളി നടുന്നത് കാണിക്കാം. അപ്പം തക്കാളി നടുന്ന രീതിയൊക്കെ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വിത്തെടുക്കുന്ന രീതിയും നടുന്ന രീതിയും ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പം കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണോ ഉള്ളത്, ചാണകമാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടുക, ആട്ടുംകാഷ്ടമാണെന്നുണ്ടെങ്കിൽ ആട്ടുംകാഷ്ടം, അതല്ല കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഇട്ടാലും മതി. അപ്പം ഞാൻ പറയുന്ന വളം നിങ്ങളുടെ കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം ഇട്ടാൽ മതി. അപ്പം അത് വാങ്ങിക്കാനായിട്ട് തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഈസിയായിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു കോളിഫ്ലവറിൻ്റെ തൈ നടാം. നട്ടതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന് വെയിലത്തൊന്നും വെക്കരുത്. തണലത്ത് നമ്മൾ ഷെയ്ഡിലോ എല്ലാം വയ്ക്കണം. ഒരു 4-5 ദിവസമെങ്കിലും തണലത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് വെയിലത്തോട്ടൊക്കെ മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ വേരൊക്കെ ഒന്ന് ചെറുതായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ, അല്ലെങ്കിൽ ഇപ്പം മഴ പരുവൊക്കെയാണ്, ഒരുപാട് വെയിലും ഒന്നും കൊള്ളാത്ത രീതി വേണം നമ്മളിത് വയ്ക്കാനായിട്ട്. മഴയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത് വളമിടുന്ന രീതിയൊക്കെ പിന്നെ കാണിച്ചു തരാം. പിന്നെ വളമിടുന്ന രീതിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് പ്രകാരമാണ് വീണ്ടും ഇത് കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓണം കൃഷി ചാലഞ്ചിൻ്റെ കുറേ പേര് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഹായ് മിനി, എൻ്റെ പേര് ചിത്ര. ഞാൻ ട്രിവാൻഡ്രം കവടിയാറിൽ നിന്ന് സംസാരിക്കുന്നു. 6 മാസം മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത കൃഷിയാണ്. നാളെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് ഇന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര വിഷമമാണിത് വിളവെടുക്കാനായിട്ട്. നന്നായിട്ട് നിർത്തിയില്ല കണ്ടോ. മിനി പറഞ്ഞ വളമെല്ലാം കൊടുത്ത് നന്നായിട്ട് എൻ്റെ പൊന്നു മക്കളെ പോലെ തന്നെ ഞാൻ വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് വിളവെടുക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യണം. 6 മാസമായി
ഞാൻ എന്തെങ്കിലും കുറച്ചുകൂടെ പിടിക്കട്ടെ 15-ാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ, അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് വന്ന് ചീരയെല്ലാം എടുത്തു. ഇനി താഴേക്ക് ഒത്തിരി വേറെ കൃഷി ചെയ്തിട്ടുണ്ട്, നമുക്കതിലേക്ക് പോവാം. ഇതെന്റെ പച്ചമുളകാണ്. കൃഷി ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ മിനി കട്ട് ചെയ്ത് എടുക്കും പോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊതി പിടിപ്പിക്കാം. മിനി പറയും പോലെ മുട്ട ഇടിക്കണ്ട, കുറച്ച് നിൽക്കട്ടെ, അതങ്ങ് നിന്നോട്ടെ, മതി, 2 എണ്ണം നിർത്താം. ഇതെന്റെ പുന്നാര മത്തങ്ങ ചെടിയാണ്. ഓ മൈ ഗോഡ്, അതിൽ ദേ മിനി പറയും പോലത്തെ ഒരു വണ്ട് ഓച്ചോ പോയി. ഇത് കണ്ടോ, എന്റെ വഴുതനയാണ്. അതൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസം കൂടെ എടുക്കും വിളവെടുക്കാൻ. എന്നിട്ട് ഞാൻ എബിൻ കഴിക്കും പോലെ തന്നെ എന്റെ കുട്ടികളെ കൊണ്ട് ഞാൻ പച്ചക്കറി കഴിപ്പിക്കും. 6 മാസത്തിന് മുന്നേ നട്ടുപിടിപ്പിച്ച പയർ ചെടിയാണത്. ഞാൻ ഒത്തിരി വിളവെടുത്ത് കഴിഞ്ഞു. അന്ന് കൊറോണ സമയമായതുകൊണ്ട് ഗ്രോ ബാഗ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ സിമെന്റ് പാക്ക് 2ആയി കട്ട് ചെയ്ത് ഞാൻ തച്ച ഗ്രോ ബാഗാണിത്. പക്ഷെ ഇത് ഒത്തിരി പയർ കട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ച മാവാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് ഞാൻ തന്നെ നട്ട് പിടിപ്പിച്ച പേരയാണ്. ഞാൻ തന്നെ സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ തന്നെ സ്വന്തമായി ചട്ടിയിൽ നട്ട് വളർത്തിയ പേരയാണ്. പക്ഷേ കായകളൊന്നും വരുന്നില്ല. ഇനി മിനി പറഞ്ഞു വരുന്ന അനുസരിച്ച് വേണം ഇതിലെനിക്ക് കായകൾ ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ടൊമാറ്റോസ് കാണാം. കുഞ്ഞു ടൊമാറ്റോസ് കാണാം. ഇതാണ് എൻ്റെ പൊന്നാര ടൊമാറ്റോസ്. കണ്ടോ, കുഞ്ഞു ടൊമാറ്റോസ് ആയി വരുന്ന കണ്ടോ. നാളെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ടാണ് ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ പഴുത്ത ടൊമാറ്റോസ് ഞാൻ കാണിക്കുമായിരുന്നു. എന്തായാലും ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൃഷി ചെയ്തത്. മിനി ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കൃഷി തുടങ്ങിയതും ഞാൻ ഇത്രയും എനിക്ക് സന്തോഷം നേടിയെടുക്കാൻ കഴിഞ്ഞതും. താങ്ക്സ് മിനി, താങ്ക്സ് എ ലോട്ട്. ഹായ് മിൻ ചേച്ചി, ഞാൻ ഭാഗ്യ സതീഷ്, പാലക്കാട് ജില്ലയിലെ മലമക്കാവിൽ നിന്നുമാണ്. ചേച്ചിയുടെ ഇൻസ്പിറേഷൻ കാരണം ഞങ്ങളൊരു ചെറിയ കൃഷിത്തോട്ടമൊക്കെ തുടങ്ങി. വഴുതനയുണ്ട്, വെണ്ടയുണ്ട്, പാവലുണ്ട്. അതിൽ വഴുതന തരക്കേടില്ലാതെ പൂവും കായൊക്കെ പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വഴുതനയ്ക്കില്ല. വെണ്ടയ്ക്ക 3-4 നട്ടുള്ളൂ, എന്നാലും തരക്കേടില്ലാതെ നന്നായി നിൽക്കുന്നുണ്ട്. പൂവും കായൊക്കെ പിടിക്കുന്നുണ്ട്. വഴുതനയും 2-3 നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പരീക്ഷണ അടിസ്ഥാനത്തിൽ. തരക്കേടില്ലാതെ പിടിച്ചിട്ടുണ്ട്. മുളകിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ മുളക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പയർ കുറച്ചേ നട്ടുള്ളൂ ഞങ്ങളൊരു പരീക്ഷണം പോലെ, എന്നാലും പയറിനും പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. പൂവും കായൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ വളവും കീടനാശിനി പ്രയോഗവും ഒക്കെ ചെയ്തുകൊണ്ടാണ്. ചേച്ചിയാണ് ശരിക്കും ഇൻസ്പിറേഷൻ തന്നത്. കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ പഠിച്ചു, കഞ്ഞിവെള്ളത്തുനിന്ന് കീടനാശിനി ഉണ്ടാക്കാൻ പഠിച്ചു. ഇപ്പോൾ പുകയിടലും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി പറഞ്ഞ കാരണം. അതിൻ്റെയൊക്കെ ഫലം കൊണ്ടാണ് ഇതൊന്നും നന്നായി നിൽക്കുന്നുണ്ട്. തക്കാളി മാത്രം പക്ഷേ ഞങ്ങൾക്ക് സക്സസ് ആയില്ല. ആ ഒരു ചെറിയൊരു വിഷമമുണ്ട്. ബാക്കിയുള്ള എല്ലാ പച്ചക്കറിയും നന്നായി നിൽക്കുന്നുണ്ട്. പൂവും കായൊക്കെ നന്നായി പിടിക്കുന്നുണ്ട്. പാവൽ കുറച്ചേ ഉണ്ടായുള്ളൂ, എന്നാലും ഉണ്ടായത് നല്ല ഒരുപാട് നീളത്തിലല്ലെങ്കിലും ഉണ്ടായത് നന്നായിട്ടുണ്ടായി. പിന്നെ കുറച്ച് കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം പെട്ടെന്ന് തന്നെ ഇലയൊക്കെ പഴുത്ത് കുറച്ച് കാലമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, എന്നാലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മിൻചേച്ചിയുടെ വീട്ടിലത്തെ പോലെയല്ല ഇവിടെ വഴുതനങ്ങ എൻ്റെ മകന് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വഴുതന ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗിലേക്ക് കുറേ വഴുതനകൾ ഞാൻ മാറ്റി നട്ടു, അത് നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. മുളകിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വളരുന്നുണ്ട്, നന്നായിട്ട് തന്നെ മുളക് നിൽക്കുന്നുണ്ട്. ഇപ്പം ഗ്രോ ബാഗിലേക്ക് നട്ട മറ്റ് തൈകളാണിത്. വളരെ നന്ദി ചേച്ചി. ചേച്ചി കാരണമാണ് ശരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്.
ഹായ് മിനി ചേച്ചി, ഞാൻ സജി ആയൂര് മഞ്ഞപ്പാറ താമസിക്കുന്നു. ഇത് മിനി ചേച്ചിയുടെ കൂടെ നട്ട പയറുകളാണ്. അവരിപ്പോൾ പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിനി ചേച്ചിയുടെ ടിപ്സുകളെല്ലാം ഞാൻ പരീക്ഷിക്കാറുണ്ട്. മണ്ണൊരുക്കുന്നതും ഗ്രോ ബാഗ് തയ്യാറാക്കുന്നതും പിന്നെ ഗ്രോ ബാഗ് തയ്ക്കുന്നതും അതിൽ തയ്ച്ച ഗ്രോ ബാഗും ഉണ്ട് ഇതിൽ. പിന്നെ സ്ലറി ഉണ്ടാക്കി ഒഴിക്കാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അത് ഏറ്റവും നല്ലതാണ് ഈ ചെടികൾക്ക്. പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനും അത് സ്പ്രേ ചെയ്യാനും അതൊക്കെ പഠിച്ചു. ചേച്ചിയുടെ ഒരുപാട് ടിപ്സുകൾ ഞാൻ പരീക്ഷിക്കാറുണ്ട്. പിന്നെ ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചി നന്നായിട്ട് കിട്ടി എനിക്ക്. ഓണത്തിന് കുറച്ച് ഇഞ്ചിയും പിന്നെ ചുരങ്ങ, മത്തൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ വഴുതനയുണ്ട്. ഈ തക്കാളിയൊക്കെ ഇപ്പോൾ പൂവിട്ട് കായ്ച്ചതാണ്. പിന്നെ കോവലുണ്ട്. ഇത് ടെറസിലെ ചെടികളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതൊക്കെ പുതിനയുണ്ട്. ഇത് പുറത്തെയാണ് വഴുതനയും മുളക്, പിന്നെ കുറച്ച് മുളക് ചെടികൾ ഉണ്ട്. പിന്നെ മിനി ചേച്ചിയെ എൻ്റെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇത് വെള്ള കാന്താരിയാണ്. കാന്താരി ചെടികളും കുറച്ചുണ്ട്. എല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തത് ഇത് പിന്നെ കൂർക്കയാണ്. കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അതൊരു കുഞ്ഞ് കരിമ്പാണ്. ഈ മത്തൻ ഒരു പ്ലാവിലേക്ക് ഞാൻ കയറിയതാണ്. ഇതെല്ലാം തറയിലിരുന്നത്. ഇത് കൊക്കോയാണ്. 2-3 കൊക്കയുണ്ട്. നിത്യവഴുതന, അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. ശരി മിനി ചേച്ചി, എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഓണം കൃഷി ചാലഞ്ചിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ അയച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മെയിലിലോട്ട് അയയ്ക്കുക. theministylifestyle@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് അയയ്ക്കുക. പലരും അയക്കുന്നുണ്ട്, പക്ഷേ വീഡിയോ അറ്റാച്ച് ആയിട്ട് വരുന്നില്ല. ഒന്നുകൂടെ നിങ്ങൾ അയക്കുന്നതിന് മുന്നേ ഒന്ന് നോക്കുക വീഡിയോ അറ്റാച്ച് ആയോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ പെർമിഷൻ ഒന്ന് തരിക കേട്ടോ. വെറുതെ അയച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അയക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് മിനിസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.